കഷ്ടമായി വട്ടിമറിക്കപ്പെട്ട രംഗമാ ഇവിടെ മഹാനായ അബ്ദുല്ലാഹിബ്നു ഹൻദല. ആരാണ് അബ്ദുല്ലാഹിബ്നു ഹൻദല? പെങ്ങളെ അറിയണേ. വൈവാഹിക ജീവിതത്തിലെ ഇരുട്ടിൽ കൂടി ആദ്യത്തെ രാത്രിയിലെ ആ ഫസ്റ്റ് നൈറ്റിൽ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു ജമീല റളിയല്ലാഹു തആല അൻഹയുമായി ഇണചേർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മാരൻ കേൾക്കുന്നത്. അന്നത്തെ രാത്രിയിലെ ആദ്യത്തെ രാത്രിയിലെ ഒരുപാട് മോഹങ്ങളുടെ മോഹക്കൊട്ടാരം പണിത് കാലങ്ങളായി കൊണ്ടു നടന്ന ആ മോഹങ്ങൾ പൂവണിഞ്ഞ രാത്രിയില് തന്റെ പ്രിയതമയുമായി കഴിഞ്ഞുകൂടിയ രാത്രിയില് 17 വയസ്സുകാരിയായ ഉമ്മു ജമീലയിൽ നിന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ഹൻദല ഇറങ്ങുകയാണ് രണാങ്കണത്തിലേക്ക്. ആ അബ്ദുല്ലാഹിബ്നു ഹൻദലയുടെ ചേതരിച്ച ശരീരം അതേ അവിടെ കിടക്കുകയാണ്. ഹബീബ് വീണ്ടും മുന്നോട്ട് പോകുമ്പോ നാളത്തെ വരനെ സഅദ് സൽമിയാണ് കിടക്കുന്നത്. സഅദ് സൽമിയുടെ ആ ശരീരം കണ്ടപ്പോ പ്രവാചകന്റെ കണ്ഠമിടറിപ്പോയി. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് ബാഷ്പകലങ്ങളാ ചാലിട്ടൊഴുകിയത്. ഏറ്റവും വലിയ സൗന്ദര്യധാമമായ ഏറ്റവും വലിയ സൗന്ദര്യധാമമായ അംറബിൽ വഹബിന്റെ പുന്നാര പുത്രിയെ വഹിക്കാൻ നാളേക്ക് വേണ്ടി തയ്യാറായ സഅദ് സൽമിയാണ് ഇന്ന് പോർക്കളത്തിൽ ഷഹാദത്ത് വരിച്ചു കിടക്കുന്നത്. മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം. ഇതിലൂടെ വേറൊരു പാഠം. എന്താണ് ആ പാഠം? മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ വിളിച്ചാൽ എല്ലാ സുഖങ്ങളെയും ദുഃഖങ്ങളെയും മാറ്റിവെക്കണം, എല്ലാ ആവശ്യങ്ങളും മാറ്റിവെക്കണം. അതുകൊണ്ടാണ് 5 വക്തിന് വേണ്ടി പള്ളിയിൽ നിന്ന് വിളിക്കുന്ന ഓരോ ബാങ്കുലിയും അത് 14 മുമ്പ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാൻ പറയാൻ വിളിയ. ആ വിളിക്ക് ഉത്തരം ചെയ്തവരാണോ എന്റെ ചെറുപ്പക്കാരൻ? ഞാൻ നിങ്ങൾ വളരെ ഗാഠമായി നാം ചിന്തിക്കണം. അപ്പൊ സഅദ് സൽമിയുടെ ചരിത്രത്തിൽ നിന്ന് എത്ര പാഠമാണ്! ഇനിയും ഒരു പാഠമുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നവർക്കുള്ള നേട്ടം എന്താണ്? അവർക്കുള്ള ലാഭം എന്താണ്? ഭൗതികമായും അഭൗതികമായും ഹബീബിന്റെ വിളിക്ക് ഉത്തരം ഉത്തരം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സ്ഥാനം എന്താണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്